നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് CPM തോറ്റു എന്നതിനെ പറ്റിയുള്ള യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തിരുവനന്തപുരത്ത് CPMൽ വൻ പൊട്ടിത്തെറിയാണ് നടന്നത്. അതുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി വി ശിവൻകുട്ടിയും മുൻ മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരെ, അങ്ങനത്തെ ഒരു ദൃശ്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അതായത് നമുക്കറിയാം, ഈ പണ്ട് KSRTC ഡ്രൈവറായിരുന്ന യദുവിനെ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിദേവ് MLAയും കൂടാതെ ആര്യ രാജേന്ദ്രന്റെ സഹോദരനാണെന്ന് തോന്നുന്നു, ഇവര് പാളയത്ത് വെച്ച് സാബില്യ കോംപ്ലക്സിന്റെ മുന്നിൽ സീബ്ര ക്രോസിംഗിന്റെ മുന്നിലേക്ക് കാറ് നടു റോഡിൽ കൊണ്ടിട്ട് ആ പാവം KSRTC ഡ്രൈവറിനോട് സഭ്യമല്ലാത്ത രീതിയിലേക്ക് പെരുമാറി അഹങ്കാരവും ധിക്കാരവും ഒക്കെ വെച്ചിട്ടാണ് ആര്യ രാജേന്ദ്രൻ പെരുമാറിയത്. അന്ന് തന്നെ CPMലെ സഖാക്കന്മാർ പറഞ്ഞതാണ് ആര്യ രാജേന്ദ്രനെ പോലുള്ള ഒരു പക്വതയില്ലാത്ത ഒരു ലേഡിയെ പിടിച്ച് തിരുവനന്തപുരത്തിന്റെ മേയർ ആക്കരുതെന്ന്. പക്ഷേ CPMന്റെ ലക്ഷ്യം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് വെച്ച് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ എന്ന രീതിയും അതോടൊപ്പം തന്നെ യുവാക്കളെ CPM വലിയ രീതിയിൽ പരിഗണിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം യുവാക്കളുടെ മനസ്സിലേക്ക് എത്തിക്കുക, അതുവഴി കുറെ യുവാക്കൾ പാർട്ടിയിലേക്ക് എത്തുക, അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ കളി മാറി. ആര്യ രാജേന്ദ്രന്റെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ജനങ്ങൾ തന്നെ BJPക്ക് വോട്ടിട്ട് ജയിപ്പിച്ചു. കാരണം BJP വലിയ രീതിയിൽ വാഗ്ദാനങ്ങളെല്ലാം തന്നെ അവർ വച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് അവർ വാഗ്ദാനങ്ങൾ എത്തിക്കുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതികളും ജനങ്ങൾക്ക് കൃത്യമായി തന്നെ എത്തുന്നുണ്ട്. അത് BJP പ്രവർത്തകർ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPയെ അവർ ജയിപ്പിച്ചത്. അങ്ങനെ അതിനുശേഷം ഈ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ സഖാക്കന്മാർ ആര്യ രാജേന്ദ്രനെ മൈൻഡ് പോലും ചെയ്തില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടന്ന സമയത്ത് നിയമ മൈതാനത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വേദി ഒരുക്കിയ സമയത്ത് അന്ന് സ്റ്റേജിലൊക്കെ ആര്യ രാജേന്ദ്രനെ ഒരു CPMലെ നേതാക്കളും ഒരു മൈൻഡ് പോലും ചെയ്തില്ല. ആര്യ രാജേന്ദ്രന് സ്റ്റേജിലോ അല്ലെങ്കിൽ സ്റ്റേജിന്റെ പുറത്തോ ഒരു ഇരിപ്പിടം പോലും ആരും ഒരുക്കി നൽകിയില്ല. ആര്യ രാജേന്ദ്രൻ അന്ന് ആര്യയുടെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഒരു മൂലയിൽ ഒതുങ്ങി നിന്ന് ഈ പരിപാടിയുടെ ഒരു ഭാഗമായി എന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അത്രയേറെ ഒരു വില പോലും ഒരു സഖാക്കന്മാരും കൊടുത്തില്ല. ഈ തിരുവനന്തപുരത്തിന്റെ ഈ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവറോട് കാണിച്ച സംഭവം ഇത് വലിയ രീതിയിൽ തന്നെ കോഴിക്കോട് ബാലുശ്ശേരിയിലും പ്രതിഫലിച്ചു. ആ ബാലുശ്ശേരിയിൽ നടന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ MLA സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യയുടെ ഭർത്താവ് സച്ചിദേവും 8 നിലയിൽ പൊട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കൊമ്പ് കോർക്കുന്നത് ആര്യ രാജേന്ദ്രനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ആര്യ രാജേന്ദ്രന്റെ വിഷയമാണ് ഞാൻ തോൽക്കാൻ കാരണമെന്നാണ് വി ശിവൻകുട്ടി തന്നെ പറയുന്നത്. നിയമത്ത് ഞാൻ നല്ല രീതിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു, പക്ഷേ എന്നെ തോൽപ്പിച്ചത് ആര്യ രാജേന്ദ്രനാണ് എന്നാണ് വി ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത്. അതായത് ആര്യക്കെതിരെ പരസ്യ നിലപാടുമായിട്ടാണ് ശിവൻകുട്ടി ഇപ്പോൾ രംഗത്ത് വരുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നിൽ തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമെന്നാണെന്ന് ആര്യ രാജേന്ദ്രൻ തിരിച്ച് പറയുകയാണ്. വി ശിവൻകുട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ച കാര്യങ്ങൾ തീർത്തും തെറ്റാണെന്നും അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാകണമെന്നും ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെടുന്നു. മുതിർന്ന നേതാക്കൾ പാർട്ടിയിലെ പുതുതലമുറയോടും പുതിയ ആളുകളോടും ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ തങ്ങൾ എന്തു ചെയ്യുമെന്നും ഗുരുതരമായ ചോദ്യവും ആര്യ രാജേന്ദ്രൻ ഉയർത്തിയിട്ടുണ്ട്. തെറ്റായ പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ വി ശിവൻകുട്ടി തന്നെ ഇതിൽ മാധ്യമങ്ങളോട് വിശദീകരണം നൽകണമെന്നാണ് ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയും വോട്ട് ചോർച്ചയും ചർച്ച ചെയ്യാൻ ചേർന്ന CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആര്യ രാജേന്ദ്രനെതിരെ വി ശിവൻകുട്ടി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. തർക്കങ്ങൾക്ക് തുടക്കമായതും വലിയ രീതിയിലേക്ക് കൊമ്പുകോർക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആര്യ രാജേന്ദ്രൻ ഇറക്കിയത് പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ആര്യയെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകളൊക്കെ ഏൽപ്പിച്ചത് വലിയ ദോഷം ചെയ്തുവെന്നും അത് വലിയ രീതിയിൽ വോട്ട് കുറയാൻ കാരണമായി എന്നും ശിവൻകുട്ടി യോഗത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. പ്രചാരണ സമയത്ത് ആര്യയെ വാഹനത്തിൽ കയറ്റിയപ്പോൾ അടുപ്പമുള്ള വോട്ടർമാർ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും കാറി തുപ്പുന്നതിന് സമാനമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് ശിവൻകുട്ടി തുറന്നടിച്ചിരിക്കുകയാണ്. ചുരുങ്ങിയത് 1400 വോട്ടിന്റെ എങ്കിലും ലീഡ് പാർട്ടി ഉറപ്പിച്ചതാണ്. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. ഒരു പ്രത്യേക ബൂത്തിൽ ആര്യയുടെ പ്രചാരണത്തിന് ശേഷം വെറും 5 വോട്ടിന്റെ ലീഡ് മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചതെന്നും ശിവൻകുട്ടി കണക്കുകൾ നിരത്തി വിമർശിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ വിവാദങ്ങളും KSRTC ഡ്രൈവറുമായുള്ള തർക്കങ്ങളുമെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയെന്ന് ഇതാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് യോഗത്തിൽ ഉയർന്ന പൊതുവികാരം. എന്നാൽ പാർട്ടി വേദികളിൽ ഉയർന്ന ഈ കടുത്ത വിമർശനങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ ആര്യ രാജേന്ദ്രൻ കടുത്ത അമർഷത്തിലാണ്. തന്നെ മനഃപൂർവ്വം ലക്ഷ്യമിട്ട് വേട്ടയാടാനാണ് മുതിർന്ന നേതാക്കൾ ശ്രമിക്കുന്നതെന്നാണ് ആര്യയുടെ ആക്ഷേപം.
എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, KSRTC ഡ്രൈവർ യദുവിനോട് ചെയ്ത ആര്യ കാണിച്ച ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം അത് അന്ന് തന്നെ ആ നിമിഷം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഒരു സുനാമി തരംഗം പോലെ ആഞ്ഞടിച്ചതാണ്. ഈ ധാർഷ്ട്യവും ധിക്കാരവും പിടിച്ച ഒരു ആളെയാണോ മേയറായിട്ട് CPM നിർത്തുന്നതെന്ന് ജനങ്ങൾ തന്നെ ചോദിച്ചതാണ്. ആര്യ രാജേന്ദ്രൻ മേയറായിട്ട് കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു തരത്തിലുമുള്ള വികസനം തിരുവനന്തപുരത്ത് നടത്തിയിട്ടില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പിൻവാതിൽ നിയമം നടത്തുന്നു, അതിനുവേണ്ടി ലിസ്റ്റ് തരണം സഖാവെ എന്ന് പറഞ്ഞ് AKG സെന്ററിലേക്ക് ഫോൺ വിളിക്കുന്നു. വലിയ രീതിയിലുള്ള അഴിമതികൾ നമുക്കറിയാം. ആറ്റുകാൽ പൊങ്കാലയുടെ പേരിലൊക്കെ ആര്യ രാജേന്ദ്രൻ നടത്തിയ അഴിമതികൾ അന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ അഴിമതികൾ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ മേയർ VV രാജേഷ് ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ നടത്തിയ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട്. അതായത് ഈ കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ബിനാമി ആളുകൾക്കൊക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താനായിട്ട് VV രാജേഷ് ഉത്തരവിട്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുമുള്ള തട്ടിപ്പുകൾ വെട്ടിപ്പുകളൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ ജനങ്ങൾ അത്രത്തോളം വെറുത്ത ഒരു മേയർ നഗരസഭയിലേക്ക് കയറി ചെന്നാൽ മാന്യത കൂടി പെരുമാറാൻ പോലും അറിയാത്ത ഒരു മുൻ മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന് ജനങ്ങൾ തന്നെ പറയാണ്. അതിന്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഫലനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രന്റെ കുറ്റം 10% ഉണ്ടെങ്കിലും ബാക്കി ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആര്യ രാജേന്ദ്രൻ ഇനി പാർട്ടി വലിയ രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളൊന്നും തന്നെ നൽകില്ല എന്ന കാര്യത്തിൽ ഏതാനും ഉറപ്പാണ്. ഇനി വെറും ഒരു അണികൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തക എന്ന നിലയിൽ മാത്രം ആര്യ രാജേന്ദ്രൻ CPM-ൽ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള അറിയിപ്പ്.